ഇങ്ങനെ ഒരു കഥ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. അതൊരു തണുപ്പേറിയ ശീതകാല രാത്രിയായിരുന്നു. റൂട്ട് 66-ലെ അവസാന ബസ് സ്റ്റോപ്പിലെത്തി. ഡ്രൈവർ ജോൺ 20 വർഷത്തോളമായി ആ റൂട്ടിലൂടെ വണ്ടി ഓടിക്കുന്നു. വിവിധ യാത്രക്കാരെ അയാൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ രാത്രി പതിവിലും വിപരീതമായി ഒരു സ്ത്രീ ആ ബസ്സിൽ കയറുന്നു. അവൾ നിശബ്ദയായി ബസ്സിൻ്റെ പിൻസീറ്റിലേക്ക് നടന്നു. ജോൺ അവളെ നോക്കി. എന്തോ പന്തികേടുള്ളതായി അയാൾക്ക് തോന്നുന്നു. എന്നാൽ അതിനെ അവഗണിച്ച് അയാൾ ബസ് മുന്നോട്ട് കൊണ്ടുപോയി. റൂട്ട് ദീർഘവും വിജനവുമായിരുന്നു. യാത്രക്കാർ ഓരോന്നായി ഇറങ്ങി. ഒടുവിൽ ബസ്സിൽ അവൾ മാത്രം അവശേഷിച്ചു. ജോൺ വീണ്ടും മിററിൽ നോക്കി. അവൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. മിസ്, ഇത് അവസാന സ്റ്റോപ്പാണ്. ജോൺ വിളിച്ചു. എന്നാൽ മറുപടിയില്ല. അയാൾ എഴുന്നേറ്റ് അവളുടെ സീറ്റിലേക്ക് നടന്നുപോയി. പക്ഷേ അവിടെ ആരുമില്ല. അവൾ എവിടെ പോയി? ബസ് ഡോർ തുറന്നിട്ടുമില്ല. ജോൺ ആശങ്കപ്പെട്ടു. അവിടെ അവളിൽ നിന്ന് അവശേഷിച്ചിരുന്നത് ലാവൻഡർ പൂവിന്റെ മണവും ഒരു കറുത്ത കയ്യുറയും മാത്രമായിരുന്നു. അടുത്ത ദിവസം ജോൺ തൻ്റെ സഹപ്രവർത്തകരോട് ഇതെല്ലാം പറയുന്നു. എന്നാൽ അവരിൽ ഒരാൾ തികച്ചും ഭയക്കുന്നു. അതവളായിരിക്കും ആ അപകടത്തിൽ മരിച്ച ആ സ്ത്രീ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അതേ റൂട്ടിൽ ഒരു യുവതി രാത്രിയിൽ ബസ്സിൽ കയറി. അവൾ ഉറങ്ങിപ്പോയി. അവളുടെ സ്റ്റോപ്പ് വിട്ടുപോയി. ഡ്രൈവർ അവളെ തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ആ യാത്ര അവളുടെ അവസാനത്തേതായിരുന്നു. ബസ് ഒരു തടാകത്തിലേക്ക് മറിഞ്ഞു. അവൾ ബസ്സിനകത്തു നിന്ന് തന്നെ മരിച്ചു. ആ സംഭവത്തിന് ശേഷം പല യാത്രക്കാരും ഡ്രൈവർമാരും ഒരേയാളെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. നീളമുള്ള കറുത്ത മേൽക്കോട്ടിട്ട് ഒരിക്കലും സംസാരിക്കാത്ത ഒരു സ്ത്രീ എല്ലായ്പ്പോഴും ബസ്സിന്റെ പിറകിലിരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വിചിത്ര കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.